ഹലോ ഫ്രണ്ട്സ്, അപ്പം സെപ്റ്റംബർ 9 iPhone 16 സീരീസ് ഇറങ്ങി അല്ലേ. iPhone 16, iPhone 16 Pro, iPhone 16 Pro Max അങ്ങനെ 3 ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ 2 റീസൺ ആണ്. ഒന്ന്, ഈ അടുത്തിട്ട് നമ്മളൊരു ന്യൂസ് കിട്ടൂല്ലേ, ഒരു ആക്രി കച്ചവടക്കാരൻ തന്റെ മകന് ഐഫോൺ വാങ്ങിക്കൊടുത്തു. അതായത് ബോർഡ് എക്സാമിൽ അറൗണ്ട് ഒരു 90% എന്തോ വാങ്ങിയുണ്ട്. മൂപ്പർ എന്ത് ചെയ്തു, മൂപ്പർ മകന് ഐഫോൺ വാങ്ങിക്കൊടുത്തു, iPhone 16 വാങ്ങിക്കൊടുത്തു. മൂപ്പർ ഉപയോഗിക്കുന്ന ഫോൺ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എന്താണ്, ഐഫോൺ തന്നെയാണ്. ഓക്കെ, പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ അടുത്തിടെ എനിക്ക് ഉണ്ടായ ഒരു അനുഭവമാണ്. കാരണം എനിക്കിപ്പം ഞാനിപ്പം ഓൺലൈൻ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ആയിട്ടുള്ള ജോബ്സ് ആയാലും അങ്ങനത്തെ കുറെ സൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ചിലതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി ഒരു സെക്കൻഡറി ഫോൺ അത്യാവശ്യമായി വന്നുകൊണ്ട് ഞാനിപ്പം അടുത്ത് കണ്ണൂർ ഞാനൊരു റീറ്റെയിൽ ഷോപ്പിൽ ഇങ്ങനെ പോയിട്ട് അവിടെ സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള ഫോൺ എന്തെങ്കിലും കിട്ടുമെന്ന് അന്വേഷിച്ചു. ഓക്കെ, അപ്പോൾ അവിടെ അന്വേഷിച്ചപ്പം അവിടെ സെക്കൻഡ് ഹാൻഡ് ഫോണിൽ ഒരു ഫോൺ കിടക്കുന്നത് iPhone 16 Pro. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അറൗണ്ട് ഒരു 2 to 3 വീക്സ് ആയിട്ടുള്ളൂ ഇപ്പം ഐഫോൺ ഇറങ്ങിയിട്ട്. അപ്പോഴേക്ക് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ നമ്മുടെ iPhone 16 Pro എത്തി. ഓക്കെ, അപ്പം ഇതൊക്കെ ഞാൻ ഒന്ന് വിലയിരുത്തി നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. ഓക്കെ, അതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. അപ്പം മെയിൻ ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ഈസ് ഇറ്റ് വർത്ത് to buy iPhone 16 now? ഓക്കെ, iPhone 16 സീരീസ് നമ്മൾ ഇപ്പോൾ വാങ്ങേണ്ട ആവശ്യമുണ്ടോ അതൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് വെച്ചാൽ, ഐഫോൺ കമ്പാരിസൺ, അതായത് 15 ആയിട്ടുള്ള ഒരു കമ്പാരിസൺ, 14 പിന്നെ S24 ഒരു കമ്പാരിസൺ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേരുടെ അടുത്ത് ഈ ഐഫോൺ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന്റെ പ്രധാനമായിട്ടുള്ള റീസൺസ് എന്തൊക്കെയാണ്, പിന്നെ ആരൊക്കെയാണ് ഈ ഐഫോണിലേക്ക് ചേഞ്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഐഫോൺ അപ്ഗ്രേഡ് ചെയ്യേണ്ടത്, പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഐഫോണിന് പകരം യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി കുറച്ച് ഫോൺസ് ഏതൊക്കെയാണ്, ആൻഡ്രോയിഡ് ഫോൺ ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് കമ്പാരിസൺ സ്റ്റാർട്ട് ചെയ്യാം. iPhone 16 Pro Maxിലേക്ക് വന്ന പുതിയ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതായത് iPhone 15 Pro Max വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഏതൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ചേഞ്ച് കേട്ടാൽ ശരിക്കും ഞെട്ടിപ്പോ, കാരണം പറയാൻ അത്രയ്ക്കൊന്നും ഇല്ല ഗൈസ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ അനലൈസ് ചെയ്ത കാര്യം എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ജസ്റ്റ് നമുക്ക് ഡിസ്പ്ലേന്റെ സൈസ് നോക്കിക്കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 0.2 ഇഞ്ചസ് ഇൻക്രീസ് ഉണ്ട്. അതായത് 6.7 ആയത് 6.9 ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യാമറേന്റെ കാര്യം നോക്കുകയാണെങ്കിൽ വലിയ ചേഞ്ചസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. 48 MP തന്നെയാണ്, 48 മെഗാ പിക്സൽ തന്നെയാണ് അതിനും ഇതിനും. ഓക്കെ, പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 4K 120 ഫ്രെയിം പെർ സെക്കൻഡ് ഒരു അപ്ഗ്രേഡേഷൻ മാതിരി വന്നിട്ടുണ്ട്. ഓക്കെ, അതാണ് അടുത്തൊരു ചേഞ്ച്. പിന്നെ നമ്മൾ ബാറ്ററിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ബാറ്ററിക്ക് ഒരു ചെറിയൊരു ഇൻക്രീസ് വന്നിട്ടുണ്ട്. ഒരു 200-300 mAh ഒരു ചെറിയൊരു ഇൻക്രീസ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഐഫോൺ നോക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ ബാറ്ററിന്റെ ഒരു ലൈഫ് നോക്കലുണ്ട്. പക്ഷെ അതിപ്പോഴും അതിന് മാത്രം ഉയർത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഏതാനും. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യാമറേന്റെ കാര്യം ഞാൻ ഒരു കാര്യം പറയപ്പെട്ടു, നമ്മുടെ ലോ ലൈറ്റ് പെർഫോമൻസ് കുറച്ചൊന്ന് കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, അത് ഒരു ചേഞ്ച് വന്നതാണ്. പിന്നെ ക്യാമറയിൽ വന്ന ഏറ്റവും വലിയ അപ്ഗ്രേഡ്, ഓക്കെ, ഏറ്റവും വലിയ അപ്ഗ്രേഡ് എന്ന് അവകാശപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ ക്യാമറ കൺട്രോൾ ബട്ടൺ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. കാരണം അതെനിക്ക് തോന്നുന്നു അവരൊരു വ്യത്യസ്തത, അതായത് നമ്മുടെ ഫോണിൽ കാണാനുള്ള ഒരു ലുക്കിനൊരു വ്യത്യസ്തത കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് തോന്നുന്നു. കാരണം അത് നമുക്ക് അത്ര ആവശ്യമില്ല. കാരണം ജസ്റ്റ് ഇങ്ങനെ സൂം ഔട്ട് ചെയ്യാനും സൂം ഇൻ ചെയ്യാനും പിന്നെന്താ മോഡ് ചേഞ്ച് ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ക്യാമറ ബട്ടൺ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് അത്യാവശ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ആവശ്യമൊന്നുമില്ല. അത് നമുക്ക് ഫോണിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പം അതിന് ജസ്റ്റ് വേറെ ഒരു എക്സ്ട്രാ ബട്ടൺ കൊടുത്തിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, അപ്പൊ അതാണ് ഒരു വലിയൊരു എന്താ പറയുക ചേഞ്ച് എന്ന് പറഞ്ഞ് നമുക്ക് പുറത്ത് കാണിക്കാനുള്ള ഒരു സംഭവം. അപ്പാർട്ട് ഫ്രം ദാറ്റ് എല്ലാം സെയിം ആണ്. iPhone 15 Pro Max വലിയ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നമ്മൾ ചിപ്സെറ്റ് നോക്കിക്കഴിഞ്ഞാൽ A18 Pro ചിപ്സെറ്റ് ഏത് നമ്മുടെ iPhone 16 Pro Maxിലുണ്ട്. അത് കുറച്ചും കൂടി പെർഫോമൻസ് കൂട്ടുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ രണ്ടിനും ഏകദേശം സെയിം ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. ഇനി ആപ്പിൾ ഇന്റലിജൻസ് വരുമ്പം ഈ ചിപ്സെറ്റ് ഉണ്ടായതുകൊണ്ട് ഇതിന് നമുക്ക് കൂടുതൽ ഫീച്ചേഴ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അത്രമാത്രം വ്യത്യാസമുള്ളൂ. അപ്പാർട്ട് ഫ്രം ദാറ്റ് ആൾ ആർ സെയിം. ഓക്കെ, അപ്പൊ ഇതാണ് എന്താ പറയുക ചേഞ്ച്. പിന്നെ വേറൊരു ചേഞ്ച് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഡെസേർട്ട് ടൈറ്റാനിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറും കൂടി വന്നിട്ടുണ്ട്, ഒരു പുതിയ കളർ ഓപ്ഷനും കൂടി വന്നിട്ടുണ്ട്. അല്ലാതെ നമുക്ക് കളറിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാലേ, നമ്മൾ ആരും കേസ് ഇടാതെ ഒരു ഫോൺ ഉപയോഗിക്കില്ല. കാരണം ഇത്രയും വിലേന്റെ ഫോൺ ആയതുകൊണ്ട് തന്നെ എന്തായാലും കേസ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഉപയോഗിക്കുള്ളൂ. അപ്പൊ കളറിന്റെ കാര്യം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് മേജർ ചേഞ്ചസ്. ഏറ്റവും ചേഞ്ചസ് എന്ന് പറയുന്നത് ഏതാ വെച്ചാൽ നമ്മുടെ ക്യാമറ കൺട്രോൾ ബട്ടൺ വന്നു എന്നുള്ളതാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് എവരിതിങ് ഈസ് സെയിം. ഓക്കെ, പിന്നെ പെർഫോമൻസിലും കാര്യങ്ങളിലൊക്കെ ചെറിയ ചേഞ്ചസും കാര്യങ്ങളും. അപ്പൊ ഈ ഒരു ചേഞ്ചിനാണ് നമ്മൾ അതായത് 15 Pro Maxനെക്കാട്ടും
ഒരു 20,000 അല്ലെങ്കിൽ 30,000 കൂട്ടിയിട്ട് നമ്മൾ 16 Pro Max വാങ്ങേണ്ടത്. ഓക്കെ, അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പം നമ്മൾ രണ്ടിനും പ്രൈസ് റേഞ്ച് പറയുകയാണെങ്കിൽ നമ്മുടെ 15 Pro Maxന് ഞാൻ അത് ഇറങ്ങിയ സമയത്തുള്ള പ്രൈസ് റേഞ്ച് പറയുന്നത് കേട്ടോ. ഇപ്പോൾ അറൗണ്ട് 30,000 20,000 ഒക്കെ കുറവിൽ നമുക്ക് കിട്ടും, കാരണം 16 Pro Max ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ 15 Pro Max ആദ്യം ഇറങ്ങിയ സമയത്ത് 1,60,000 അടുത്തായിരുന്നു പ്രൈസ്. പിന്നെ അതായത് 256 GB വാരിയന്റിന് കേട്ടോ. പിന്നെ നമ്മൾ 16 Pro Maxന്റെ വില നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് 1,80,000 ആണ്. അപ്പം നിങ്ങൾ ഇതൊക്കെ ആലോചിച്ചിട്ട് ഒന്ന് വിലയിരുത്തുക. ഓക്കെ, ഇനി നമുക്ക് 14 Pro Maxന്ന് 15 Pro Max. അപ്പം ഈ ചേഞ്ചസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതും കൂടി ഒന്ന് നോക്കണമല്ലോ, നമുക്ക് കഴിഞ്ഞ വർഷത്തിലുള്ള എന്തൊക്കെ ചേഞ്ചസ് കാര്യങ്ങളാണ് വന്നിട്ടുള്ളതെന്ന്. ഓക്കെ, അപ്പം നമ്മൾ 14 Pro Maxും 15 Pro Maxും ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. 14 Pro Maxൽ നമുക്ക് വന്ന് 15 Pro Maxിലേക്ക് ആയപ്പോൾ വന്ന ചേഞ്ചസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈറ്റാനിയം ഫ്രെയിം വന്നിട്ടുണ്ട്. മറ്റേ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയത് ടൈറ്റാനിയം ഫ്രെയിം കുറച്ചും കൂടിയും ഡ്യൂറബിൾ ആണ്, കുറച്ചും കൂടിയും എന്താ പറയുക പ്രൊട്ടക്റ്റീവ് ആണ്, പിന്നെ കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ്. ഓക്കെ, അത് ഒരു മേജർ ചേഞ്ച് ആയിട്ട് അവർ പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് കൊടുക്കാം. പിന്നെ കളേഴ്സിന്റെ കാര്യത്തിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ടൈറ്റാനിയം ബ്ലൂ, ടൈറ്റാനിയം വൈറ്റ്, ടൈറ്റാനിയം ബ്ലാക്ക്, അങ്ങനെയുള്ള കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സും കാര്യങ്ങളൊക്കെ അവർ 15 Pro Maxലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അതൊരു ചേഞ്ച് ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കേസ് ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ ഓക്കെ. പിന്നെ ക്യാമറ ഒക്കെ നോക്കുകയാണെങ്കിൽ സെയിം 48 MP ക്യാമറയാണ്. പിന്നെ ലോ ലൈറ്റ് പെർഫോമൻസ് ഒരല്പം കൂടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ചേഞ്ചസ്, അതായത് 14 Pro Maxന്ന് 15 Pro Max ആയപ്പോൾ വന്ന ഇതേമാതിരി ക്യാമറ കൺട്രോൾ വരെ ഏറ്റവും വലിയ ചേഞ്ചസ് അവർ അവകാശപ്പെടുന്നതാണ് നമ്മുടെ C ടൈപ്പ് പോർട്ട് കൊണ്ടുവന്നത്. അതായത് ലൈറ്റ്നിങ് കണക്ടറിന് C ടൈപ്പ് പോർട്ട് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പം ഇതൊരു മേജർ ചേഞ്ച് ആയിട്ടാണ് അവർ പറയുന്നത്. കാരണം എത്രയോ വർഷം മുന്നേ കൊണ്ടുവരേണ്ട ഒരു ചേഞ്ച് ആണ് അവർ ഇത്രയും കാലം കഴിഞ്ഞിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ മുന്നേ കൊണ്ടുവരേണ്ട ആ ഒരു ലൈറ്റ്നിങ് കൊണ്ടിട്ട് വെറുതെ ഇങ്ങനെ കളിച്ചു കുത്തിരിക്കുകയായിരുന്നു. കാരണം ഇപ്പോഴും ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന്റെ കാര്യം എടുത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് iPhone 13 14 ഒക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ അവർക്ക് മറ്റുള്ളവരെ ചാർജർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തെങ്കിലും കണക്ഷൻ കാര്യങ്ങൾ, ഒരു പെൻഡ്രൈവ് അങ്ങനത്തെ പല ഇതുണ്ടാവില്ല ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് അവർക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നടക്കുന്നില്ല, കാരണം ലൈറ്റ്നിങ് കണക്ടർ ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു മേജർ പ്രോബ്ലം ആയിരുന്നു. അത് ഒരു മാറ്റിയത് പറഞ്ഞാൽ എത്രയോ വർഷം മുന്നേ മാറ്റേണ്ടത് കഴിഞ്ഞ വർഷം നമ്മുടെ iPhone 15 Pro Max ഇറങ്ങിയപ്പോഴാണ് അവർ മാറ്റിയത്. ഓക്കെ, അപ്പം ഇതാണ് മേജർ ചേഞ്ച്. ഈ ഒരു ചേഞ്ചിനാണ് അവർ ചെയ്തിട്ടത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചിപ്പ് സെറ്റ് ഒന്ന് അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. അതൊക്കെ അങ്ങനത്തെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനാണ് അവർ 20,000 30,000 കറന്റ്ലി ഐഫോണിന് കൂട്ടി വെക്കുന്നത്. ഓക്കെ, അപ്പം ഇത്ര ചേഞ്ചസ് വന്നിട്ടുള്ളൂ. പിന്നെ പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ iPhone 14 Pro Max ആദ്യം ഇറങ്ങുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നല്ല കുറഞ്ഞിട്ടുണ്ട്. ആദ്യം ഇറങ്ങിയ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1,25,000 ഏകദേശം അടുത്തായിരുന്നു. പിന്നെ 15 Pro Max ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 1,60,000. പിന്നെ 16 Pro Max 1,80,000. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ. ഇനി നമുക്ക് S24 Ultraന്റെ കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ 16 Pro Max S24 Ultra ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കാം. കാരണം ആൻഡ്രോയിഡിലുള്ള ഏറ്റവും ടോപ്പ് എൻഡ് വാരിയന്റ് പറഞ്ഞിട്ട് എല്ലാവരും അവകാശപ്പെടുന്നതാണ് S24 Ultra. ഓക്കെ, അപ്പം നമുക്ക് അതൊന്ന് നോക്കി നോക്കാം അതിൻ്റെ ഒരു കമ്പാരിസൺ. നമുക്ക് ഡിസ്പ്ലേ സൈസ് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഐഫോണിന്റെ ആണെങ്കിൽ 6.9 ആണ്, S24 Ultra 6.8 ഉള്ളൂ, ഒരു ഇഞ്ചിന്റെ വ്യത്യാസം. പിന്നെ ഐഫോണിന്റെ OLED ഡിസ്പ്ലേ ആണ്, S24 Ultraന്റെ AMOLED ഡിസ്പ്ലേ ആണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യാമറ നോക്കുകയാണെങ്കിൽ 48 MP ആണ് 16 Pro Max. പക്ഷേ മെയിൻ ക്യാമറ, അതായത് S24 Ultraന്റെ മെയിൻ ക്യാമറ പറഞ്ഞാൽ 200 MP. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇങ്ങനെ ക്യാമറയിൽ വലിയ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വരും, കാരണം മെഗാപിക്സൽ 200 അത് 48 ആണല്ലോ എന്ന്. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം സെയിം ക്വാളിറ്റി വരുന്നത്, കാരണം സെൻസറാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഐഫോണിന് നല്ലൊരു സെൻസർ ഉണ്ട്, ക്യാമറ സെൻസർ ഉണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ട് കുറച്ച് രണ്ടും ഏകദേശം സെയിം ആണ്. പിന്നെ നമുക്ക് ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഐഫോണിന് കുറച്ചും കൂടി അത് ലോ ലൈറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് എൻഹാൻസ് ചെയ്തിട്ട് കുറച്ചും കൂടി ഒന്ന് ക്ലിയർ കട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്, അതുള്ളതാണ്. ഓക്കെ, ആ ഒരു വ്യത്യാസം മാത്രമേ നമുക്ക് ഇതൊന്ന് വരുന്നുള്ളൂ ക്യാമറേന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ. പിന്നെ ക്യാമറേന്റെ ഭാഗത്ത് ഒരു കാര്യം കൂടിയുണ്ട്, 4K വീഡിയോസ് മാത്രമേ നമുക്ക് ഇതിൽ ഐഫോണിൽ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് S24 Ultraയിൽ 8K ക്യാമറ 8K നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ A18 Pro ആണ് നേരത്തെ പറഞ്ഞ മാതിരി. പിന്നെ ഇവിടെ Snapdragon 8th Gen ആണ്. പിന്നെ ഇതൊരു മേജറാണ്, അതായത് നമ്മുടെ റാം, നമ്മുടെ ആപ്പിൾ ഇതുവരെ 8 GB റാം വാരിയന്റ് വരെ ഇറങ്ങിയിട്ടുള്ളൂ. നമ്മുടെ
S24 Ultra നോക്കുകയാണെങ്കിൽ നമുക്ക് 12GB അത് വീണ്ടും എക്സ്പാൻഡ് ചെയ്യാം. അപ്പം 12GB റാം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം മൾട്ടി ടാസ്കിങ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഐഫോൺ അല്ല, നമ്മുടെ സാംസങ് S24 Ultra ആണ്. അപ്പോൾ അതെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൾട്ടി ടാസ്കിങ് നന്നായിട്ട് ചെയ്യാൻ കഴിയും ഐഫോണിനെ അപേക്ഷിച്ച് നോക്കണം. കാരണം റാം അത്രയുണ്ട്, 12GB റാമാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇവർ ഇനി 12GB റാം എത്താൻ ഒരു 5-6 വർഷം കൂടി കാത്തിരിക്കേണ്ടി വരും. കാരണം ഇപ്പൊ തന്നെ കണ്ടില്ല, നമ്മളെ C പോർട്ട് കൊണ്ടുവന്ന് ഈ അടുത്തിടെ കൊണ്ടുവന്നു. ഓക്കെ, പിന്നെ ബാറ്ററി ബാക്കിന്റെ കാര്യം ഞാൻ പറയേണ്ടതില്ലല്ലോ. ബാറ്ററി ബാക്കപ്പ് സാംസങ് തന്നെയാണ് വിന്നർ. 5000 mAh ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് റേഞ്ച്, ഞാൻ പ്രൈസ് റേഞ്ച് കൂടി പറയാം. പ്രൈസ് റേഞ്ച് പറഞ്ഞാൽ സാംസങ്ങിന് ഞാൻ നേരത്തെ പറഞ്ഞവര് 1,80,000 ആണ്, സോറി ഐഫോണിന്. ഇനി സാംസങ് S24 Ultraന്റെ പ്രൈസ് എന്ന് പറയുന്നത് 1,30,000 നമുക്കിപ്പോൾ ആമസോൺ ഡേറ്റിന്റെയും ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പം നമുക്ക് 1,30,000 S24 Ultra കിട്ടും. ഓക്കെ, 1,40,000 എന്താണ് ആക്ച്വൽ പ്രൈസ് വന്നത്. അപ്പം 1,30,000 നമുക്ക് എന്ത് ചെയ്യും, S24 Ultra കിട്ടും. ഓക്കെ, അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പം ഇതിന്റെ ഒരു എക്സ്ട്രാ ഫീച്ചേഴ്സ് ഞാൻ പറയുകയാണെങ്കിൽ മൾട്ടി ടാസ്കിങ് നമുക്ക് S24 Ultraയിൽ പറ്റും. 12GB റാം ഉണ്ട്, എക്സ്പാൻഡബിൾ, പിന്നെ ലോവർ പ്രൈസ് ആണ് നമ്മൾ ഐഫോൺ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ. പിന്നെ നമ്മുടെ ഇന്റഗ്രേഷൻ വിത്ത് അതർ ഡിവൈസസ്, അതായത് നമുക്കറിയാലേ നമ്മളെ ആപ്പിൾ എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി നമുക്ക് ആപ്പിൾ യൂസർ, അതായത് ആപ്പിൾ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ ആയിരിക്കും പെട്ടെന്ന് എന്താ പറയുക കണക്ടിവിറ്റി ആണെങ്കിലും ട്രാൻസ്ഫർ ആണെങ്കിലും പറ്റുക. നമ്മൾ ബാക്കി ഏതെങ്കിലും ഡിവൈസ് ആണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ആപ്പിൾ നമ്മൾക്ക് കണക്ട് ചെയ്യണമെങ്കിലും കാര്യങ്ങളോ, ആ ഒരു പ്രൈവസി റീസൺ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ എന്ത് ചെയ്യാനോ, കാരണം നമ്മൾ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് ആൻഡ്രോയിഡ് യൂസേഴ്സ് ഉണ്ട്. അപ്പം അതുമായിട്ട് കണക്ട് ചെയ്ത് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് S24 Ultra ആണ് ഏറ്റവും നല്ലത്. ഓക്കെ, ബെസ്റ്റ്. രണ്ടാൾക്കും സെക്യൂരിറ്റി അപ്ഡേറ്റ് ഒക്കെ അപ് ടു ഡേറ്റ് ആയി കൊടുക്കുന്ന ആൾക്കാരാണ് ആപ്പിൾ ആയാലും സാംസങ് ആയാലും. ഓക്കെ, അപ്പം ഇതാണ് അവസ്ഥ. അപ്പം ഇതാണ് S24 Ultrയും നമ്മുടെ iPhone 16 Pro Maxും ഒരു കമ്പാരിസൺ. ഓക്കെ, വൈ ഐഫോൺ ഈസ് മോർ എമംഗ് പീപ്പിൾ. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേരെടുത്തിട്ടുണ്ടല്ലേ ഐഫോൺ. നമ്മൾ കണ്ണെടുത്ത് മൊത്തം ഐഫോണാണ്. ഒരു കമ്മ്യൂണിറ്റി എടുത്ത് നോക്കി കഴിഞ്ഞാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 ഐഫോൺ ഒക്കെ ഉണ്ടാവുള്ളൂ നമ്മളൊരു ഗ്രൂപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ. പക്ഷെ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെ അടുത്തും ഐഫോൺ, അവിടെ ഇവിടെയൊക്കെ നോക്കിയാലും ഐഫോൺ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്താ വെച്ചാൽ അതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഒന്നാമത് ഫസ്റ്റ് റീസൺ എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് തന്നെയാണ്, ബ്രാൻഡ് പോപ്പുലാരിറ്റി. ആ പകുതി കടിച്ച ആപ്പിളിന്റെ ചിഹ്നം, ഓക്കെ, ആ ചിഹ്നത്തിനാണ് വില. ഓക്കെ, വേറെ ഒരു കാര്യം നോക്കില്ല, അതിന്റെ ഫീച്ചറോ കാര്യങ്ങളോ, അതായത് നമ്മൾ കൊടുക്കുന്ന പൈസക്കുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അത് തരുന്നുണ്ടോ, ഓക്കെ, വേറെ ഒന്നും നോക്കൂല. പകുതി കടിച്ച ആപ്പിളിന്റെ ചിഹ്നം ഉണ്ടോ അത് വാങ്ങാം. ഓക്കെ, അപ്പം ആ ഒരു കമ്പനിന്റെ ഒരു റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിന്റെ ഒരു ഇതെന്ന് വേണമെങ്കിൽ വാല്യൂ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ അത് നോക്കിയിട്ട് ഐഫോൺ എടുക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഫോണുകൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രൈസിൽ കൂടിയൊരു ഫോൺ എന്ന് പറയുന്നത് ഏതാ, ആപ്പിൾ ആണ് അല്ലേ. iPhone 16 Pro Maxന്റെ വില എന്ന് പറഞ്ഞാൽ 1 lakh, അറൌണ്ട് 2 lakhന്റെ അടുത്താ. ഓക്കെ, അപ്പൊ വേറെ ഒരു ഫോണിനും അത്ര ഒരു പ്രൈസ് ഇല്ല. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വിഭാഗം ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ, അതായത് അത്യാവശ്യം പൈസക്കാരെ നോക്കിക്കഴിഞ്ഞാൽ ഒരെപ്പോഴും എടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം പറഞ്ഞാൽ എന്തൊരു സാധനമായാലും അതിന്റെ ടോപ്പ് ഏറ്റവും വില കൂടിയ സാധനം എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ പേരുണ്ട്. ഓക്കെ, അത് എന്താ അതിന്റെ ഫീച്ചറോ കാര്യങ്ങളോ ഒന്നും നോക്കൂല, വില കൂടിയതാണോ അത് എടുക്കും. ഓക്കെ, അങ്ങനത്തെ കുറെ മനുഷ്യന്മാരുണ്ട്. ഓക്കെ, അപ്പം അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് എൻഡ് ഫോൺ മാർക്കറ്റിൽ നോക്കി കഴിഞ്ഞാൽ എപ്പോഴും എന്താ വരിക, iPhone 16 Pro Max. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, അത് വാങ്ങും. ഓക്കെ, അപ്പൊ അങ്ങനെ വാങ്ങുന്ന ഇഷ്ടം പോലെ പേരുണ്ട്. ബിസിനസ് മാൻ ആയാലും ഒരുപാട് പേര് അങ്ങനത്തെ ഒരു രീതിയിലാണ് ഐഫോൺ വാങ്ങുന്നത്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പിയർ പ്രഷർ, അതായത് നമുക്കറിയില്ലേ, നമ്മളിപ്പോ ഒരു കോളേജിൽ പോവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ ഐഫോൺ എടുത്താൽ മതി, അപ്പം ബാക്കിയുള്ള ആർക്കൊക്കെ തോന്നും ഐഫോൺ എടുത്ത് അവന്റെ ഫോണ് തെരഞ്ഞിട്ട് ഒരുപാട് പേര് വരുന്നു, അതായത് ക്യാമറ എടുക്കാൻ കാര്യങ്ങളിലൊക്കെ വരുന്നു. അപ്പം എന്ത് ചെയ്യും, അടുത്തുള്ളവൻ എന്ത് ചെയ്യും, ഫോൺ എടുക്കും. പിന്നെ ഇവൻ എടുത്തു കഴിഞ്ഞാൽ ഇവന്റെ ഫ്രണ്ടും ഫോൺ എടുക്കും. ഓക്കെ, ഐഫോൺ എടുക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കാര്യം വരുന്നുണ്ട്. ഐഫോൺ എടുത്തു കഴിഞ്ഞാൽ വലിയ എന്തോ സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ള ആ ഗ്രൂപ്പിലുള്ള ബാക്കിയുള്ള ഒരു ഐഫോൺ എടുക്കുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യമുണ്ട്. പിന്നെ അവൈലബിലിറ്റി, അതായത് ഇന്ന് നമുക്കറിയാം സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലേക്ക് ഐഫോണിന്റെ ഒരു കുത്തൊഴുക്ക് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ വിൽക്കുന്ന ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും ഐഫോണിന്റെ ഓരോ വേരിയന്റും. ഓക്കെ, ഇങ്ങനെ കൂടി ഐഫോണിന്റെ ഓരോ വേരിയന്റും അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം അത് ഈസിലി ആയിട്ട് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഇന്ന് ഏതൊരു സാധാരണക്കാരനും എന്ത് ചെയ്യാം, ഐഫോൺ എടുക്കാം. അതിപ്പം ടോപ്പ് എൻഡ് എടുക്കണം എന്നില്ല, 14 ആയാലും 13 ആയാലും ഒക്കെ എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. ഓക്കെ, സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള ഫോണോ. അപ്പം അവനെടുത്താലും അവൻ എന്താ വിചാരിക്കുന്നത്, അവൻ സെക്കൻഡ് ഹാൻഡ് ആണെന്ന് അറിയുന്നില്ലല്ലോ. കീശയിൽ എന്താ പകുതി കടിച്ച ആപ്പിളിന്റെ ചിഹ്നം കാണണമെന്ന് മാത്രം അവൻ ആഗ്രഹം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പം അതുകൊണ്ട് ഞാൻ നേരത്തെ കഥ പറഞ്ഞല്ലോ ഈ ഇതിന്റെ 16 Pro വന്നത്. ഓക്കെ, അപ്പം ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള ഒരു ഫോണിന്റെ അടക്കം എന്ത് ചെയ്ത് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ എത്തി കഴിഞ്ഞു. ഓക്കെ, അപ്പം അത് ഞാൻ ഒന്ന് വിലയിരുത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം എന്തുകൊണ്ടാവും ഇപ്പൊ ഒന്ന് മേടിച്ചിട്ട് അപ്പൊ തന്നെ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലേക്ക് വിറ്റതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ അതിന്റെ ഹൈ പ്രൈസ് തന്നെയാണ്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കാം, 1,50,000 ഫോൺ എടുത്തിട്ട്
$10,000 അല്ല, 1,60,000 അറൗണ്ടാ തോന്നുന്നുണ്ട് 16 പ്രോക്ക് വരുന്ന പ്രൈസ്. ഓക്കെ, അപ്പൊ അത്ര പ്രൈസുള്ള ഒരു ഫോൺ ഒരു ആവശ്യത്തിന്റെ പുറത്തിൽ എടുത്തിട്ട് പെട്ടെന്ന് എന്തെങ്കിലും എന്താ പറയുക പൈസേന്റെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എന്ത് ചെയ്തു, സെൽ ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ്. അപ്പം ഈ ആൾക്കാർ അവർക്ക് വേണ്ട ആവശ്യകത നോക്കാതെ എന്ത് ചെയ്യും, അതിന്റെ ഒരു ബ്രാൻഡ് വാല്യൂം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഫോൺ എടുക്കുന്നതിന്റെ ഒരു പ്രശ്നമാണ് അവിടെ കാണുന്നത്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഐഫോണിന്റെ റീസെയിൽ വാല്യൂസ് അല്ലെ, റീസെയിൽ വാല്യൂ നല്ലൊരു റീസെയിൽ വാല്യൂ ഇപ്പോഴും ഐഫോണിൽ കിട്ടുന്നുണ്ട്. അത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആഡ്സോ കാര്യങ്ങളൊന്നും വരുന്നില്ല, പ്രൈവസി കൺസേൺ ആയവരൊക്കെ. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ ഇപ്പം ആപ്പിൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പോഴും സാധാരണക്കാരും കാര്യങ്ങളൊക്കെ ഈ ഐഫോണും കാര്യങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങിയതുകൊണ്ട്, എല്ലായിടത്തും കാണാൻ തുടങ്ങിയതുകൊണ്ട് കമ്പനീന്റെ ബ്രാൻഡിനുള്ള ഒരു റെപ്യൂട്ടേഷൻ ഇപ്പൊ കുറഞ്ഞു വരുന്നത് ഒരു വാസ്തവമാണ്. അപ്പൊ ഇനി അടുത്ത കാര്യം ഞാൻ പറയുന്നത്, ഹൂ ഷുഡ് ബൈ ഐഫോൺ. അതായത് ഐഫോൺ ശരിക്കും വാങ്ങേണ്ട ആൾക്കാർ ആരൊക്കെയാണെന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അതിന് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ല, ഐഫോൺ മെയിൻ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആയിട്ടുള്ള ഡിവൈസസിനോട്. അതായത് ഇപ്പം നിങ്ങൾക്ക് ആപ്പിൾ, അതായത് ഐപാഡ് ഉണ്ടോ, മാക്ബുക്ക് ഉണ്ടോ, ആപ്പിൾ വാച്ചസ് ഉണ്ടോ, ഓക്കെ, അപ്പം ഇതൊക്കെ ഉള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എടുക്കുന്നത് നല്ലത് എന്താ വെച്ചാൽ ഐഫോൺ എടുക്കുന്നത് നല്ലത്. കാരണം ആപ്പിൾ ഡിവൈസസിനായിട്ട് പെട്ടെന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റിയ ഇതെന്ന് പറയുന്നത് ആപ്പിൾ ഫോണിന് തന്നെയാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ, അതായത് മാക്ബുക്ക് ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പം അതാണ് കുറെ കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡിനെക്കാട്ടും നല്ലത് എന്താ പറയുക ഐഫോൺ ആണ്. പിന്നെ നിങ്ങളുടെ ഫാമിലി നോക്കുകയാണെങ്കിൽ ഫാമിലീസ് കൂടുതലായിട്ട് ഐഫോൺ പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഐഫോൺ എടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും. പിന്നെ നിങ്ങൾ ക്യാമറ പെർഫോമൻസ് നോക്കുന്ന ഒരാളാണെങ്കിൽ, അതായത് നിങ്ങളൊരു വ്ളോഗർ ആണെങ്കിൽ, റീൽസ് എടുക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൈപ്പ് വീഡിയോഗ്രഫി, ഫോട്ടോഗ്രാഫി അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനെയാണെങ്കിൽ പ്രൊഫഷണൽ ക്യാമറ വാങ്ങിയാൽ മതി. പക്ഷെ നിങ്ങൾക്ക് അതായത് പ്രൊഫഷണൽ ക്യാമറ കുറച്ചും കൂടി എന്തായിരിക്കും, കോസ്റ്റ്ലി ആയിരിക്കും നല്ലൊരു ക്യാമറ വാങ്ങണേ. അപ്പം ഐഫോണിന്റെ ക്യാമറ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ക്യാമറ. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഐഫോൺ മേ ബി എ ഗുഡ് ചോയ്സ്. അപ്പം ഇതൊക്കെ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഐഫോൺ എടുക്കാം. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഐഫോൺ. ഓക്കെ, അപ്പം അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, ബിസിനസ് ആയിട്ടുള്ള നിങ്ങളുടെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫോണിലാണ്, നിങ്ങൾ മൾട്ടിപ്പിൾ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, അതായത് അക്കൗണ്ട് ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ബിസിനസ് നീഡ്സിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഐഫോൺ നല്ലൊരു ചോയ്സ് ആയിരിക്കും. കാരണം ആഡ്സോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പിന്നെ അനാവശ്യമായിട്ടുള്ള ലിങ്ക്സോ കാര്യങ്ങളൊന്നും വരില്ല. ഇപ്പം നിങ്ങൾ S24 Ultra നോക്കിയാലും സെക്യൂരിറ്റി നല്ല തന്നെയാണ്, ലിങ്ക്സോ അനാവശ്യമായിട്ടുള്ള ലിങ്ക്സോ കാര്യങ്ങളൊന്നും അതിലും വരില്ല. പക്ഷെ അതിനെക്കാട്ടും കുറച്ചും കൂടി ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ഐഫോണിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം അത് നിങ്ങൾക്ക് ഒരു മേജർ റീസൺ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഐഫോൺ വാങ്ങാവുന്നതാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോങ്ങിവിറ്റി, അതായത് നമ്മളൊരു ഐഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഒരുപാട് കാലം നിൽക്കൂലേ, ഇനി വേറെ മേജർ ആയിട്ടുള്ള ഒരു പ്രോബ്ലമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് കാലം കൊണ്ടുനടക്കാൻ പറ്റിയൊരു ഫോണാണ് ഇത് ഐഫോൺ. ഓക്കെ, അത്യാവശ്യം കേടുപാടൊന്നും വരാതെ നമുക്ക് കൊണ്ടുനടക്കാം. പക്ഷെ ഇങ്ങനെ ഞാൻ പറയുമ്പോൾ ഞാനൊരു വിഷമത്തോടെയാണ് പറയുന്നത്. എൻ്റെ കയ്യിലൊരു ഐഫോൺ 4S ഉണ്ടായിരുന്നു, എൻ്റെ മാമൻ തന്നതാണ്. മൂപ്പരൊരു ഹാർഡ് കോർ ആയിട്ടുള്ള ഐഫോൺ യൂസറാണ്. ഓക്കെ, ഇപ്പം ലേറ്റസ്റ്റ് ആയി വന്നത് 15 Pro Max ആണ് മൂപ്പരുടെ കയ്യിലുള്ളത്. ഇനി 16 Pro Max എടുക്കണം എന്ന് പറഞ്ഞിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അത് മെയിനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ബ്രാൻഡിന്റെ ഒരു പോപ്പുലാരിറ്റി മൂലമാണ് മൂപ്പർ എടുക്കുന്നത്. അപ്പോൾ കണ്ടില്ല, ഇതാണ് എൻ്റെ ഐഫോൺ 4S. ഓക്കെ, അപ്പം സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഒരു 2 ആഴ്ച മുന്നേ ഇതൊന്നൊരു പണി തന്നു എനിക്ക്. ഞാൻ ജസ്റ്റ് ഫോൺ ചാർജിലിട്ട് പിന്നെ ഊരി വെച്ചിട്ടു, ചാർജിലിട്ട് ഊരി വെച്ചു. പിന്നെ ഞാൻ പിറ്റേ ദിവസം ഞാൻ ഈ ഫോൺ എടുക്കുന്നത്. ഞാൻ ഈ ഫോൺ മെയിനായിട്ട് അത്ര യൂസ് ചെയ്യാറില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഐഫോൺ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്താ പറയുക, ഓൾമോസ്റ്റ് കട്ട് ചെയ്യും. അതായത് ഒരു 5 ഇയേഴ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഐഫോണ് ഫെർദർ ആയിട്ടുള്ള അപ്ഗ്രേഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഐഫോണിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും ബാക്കി കാര്യങ്ങളൊക്കെ അവർ കട്ട് ചെയ്യും. പിന്നെ നമുക്ക് അതൊന്നും കിട്ടൂല, നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പിന്നെ ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള ഒരു ഫോണാണ്. അപ്പം ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്, അതായത് പിറ്റേ ദിവസം ഞാൻ മേശ തുറന്നിട്ട് ഞാൻ ഫോൺ നോക്കിയപ്പോൾ ഫോൺ 3 ലെയറായിട്ട് കിടക്കുന്നുണ്ട്. പറ്റിയെന്താ വെച്ചാൽ ഇതിന്റെ ബാറ്ററി എന്ത് ചെയ്തു, പൊളച്ച്. കണ്ടോ, ഞാൻ ഇപ്പോൾ ബാറ്ററി ഊരി എടുത്തിട്ടുണ്ട്. കണ്ടോ, സൈഡ് ഇങ്ങനെ 3 ലെയറായിട്ട് ഇതിങ്ങനെ പിളർന്ന് വന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ ബാറ്ററി ഇപ്പോൾ അയച്ചു വെച്ചിട്ടുണ്ട്. ഇത് ശരിയാക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല, കാരണം ഇതിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഒന്നും നമുക്കിനി കിട്ടാനില്ല. പിന്നെ ഫ്രണ്ട് ഗ്ലാസ് വീണ്ടും ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആ ഒരു ബാറ്ററിൻ്റെ പ്രശ്നം മാത്രമല്ല. ഇനി കടയിൽ പോയിട്ട് അന്വേഷിച്ച് നോക്കണം, കാരണം അത്രയും ക്യൂട്ടായിട്ടുള്ള ഫോൺ കേട്ടോ. ഇപ്പം എനിക്ക് 16 Pro Max എടുക്കുന്നതിനെക്കാട്ടും ഉപരി ഇത് കണ്ടോ, ഇത് നല്ലൊരു ക്യൂട്ടല്ല, നല്ലൊരു ചെറിയ ഫോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ വിളിച്ച് നടക്കുമ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഫോണാണ്. ഓക്കെ, നമ്മളെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്കിപ്പോൾ കിട്ടുന്ന ഒരു 11,000 12,000 ഒക്കെ
പ്രൈസിന് നമുക്ക് വാങ്ങാവുന്ന സ്മാർട്ട് ഫോൺസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനെക്കാട്ടൊക്കെ നല്ലൊരു ക്യാമറയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ചെറിയ ക്യാമറ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എനിക്കിതൊന്ന് കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ല ഫോണായിരുന്നു. ഇപ്പോൾ ഒന്ന് ആ ബാറ്ററീൻ്റെ വിഷയം വന്നുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് വേറൊരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ചാർജറിൻ്റെ പോർട്ട് നോക്കി കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു പോർട്ടാണ്. ഇത്ര വലുപ്പമുണ്ട് നമ്മൾ ആ ചാർജിൻ്റെ ഇതിലേക്ക് ഇത് ചെയ്യുന്ന അഡാപ്റ്റർ. ഓക്കെ, അപ്പം അങ്ങനെയുള്ളൊരു അടിപൊളി ഫോണായിരുന്നു. പക്ഷെ ഇപ്പം പണി മുടക്കി ഞാൻ അന്ന് ഷോപ്പിൽ കൊണ്ട് കൊടുക്കണം. ഓക്കെ, അപ്പം ഇതാണ് ഞാൻ പറയുന്നത് ലോങ്ങിവിറ്റി എന്ന് പറയുന്നത്. ഇത് എത്ര വർഷമായി എന്ന് നിങ്ങൾക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ, എത്ര വർഷമായിട്ടുണ്ടാവുന്നത്. ഓക്കെ, അപ്പം അത്രയും കാലം നമുക്ക് ഇത് നിന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ അതാണ് ഫോൺ ഇവിടെ വയ്ക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഫോൺ സജസ്റ്റ് ചെയ്ത് തരാം. അതായത് നിങ്ങൾക്ക് ഐഫോണിന് പകരം ഉപയോഗിക്കാൻ പറ്റിയത്. അതായത് ഇത്രയും വില കൊടുത്തിട്ട് നമ്മൾ ഒരിക്കലും ഐഫോൺ വാങ്ങേണ്ട ഒരു കാര്യമില്ല. നമുക്ക് അതിനെക്കാട്ടും എത്രയോ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തരുന്ന ഒരുപാടധികം ഫോണുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഫോണിൻ്റെ ഒരു സജഷൻ, അതായത് ആൻഡ്രോയിഡ് ഫോണാണ് സജഷൻ ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാലേ, നമുക്ക് ഫസ്റ്റ് നിൽക്കുന്നത് സാംസങ് S23 അൾട്രയാണ്. S24 കിട്ടുന്നത് ഞാൻ പറയുന്നില്ല. S23 അൾട്രേനെ ഇനഫ് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട്. 500 mAh ബാറ്ററി ഉണ്ട്, 200 MP ക്യാമറ ഉണ്ട്, 6.8 ഇഞ്ച് ഡിസ്പ്ലേ ഉണ്ട്. ഓക്കെ, പ്രൈസ് വരുന്നത് അറൗണ്ട് 1,25,000 ആണ്. പക്ഷെ ഇപ്പോൾ കുറഞ്ഞത് ഞാൻ പ്രൈസ് പറയുന്നത് എപ്പോഴും ഇറങ്ങിയ സമയത്തുള്ള പ്രൈസാണ് കേട്ടോ. ഇപ്പം നല്ല കുറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്താൽ മനസ്സിലാവും. ഓക്കെ, പിന്നെ അടുത്തൊരു ഫോൺ എന്ന് പറയുന്നത്, രണ്ടാമത്തെ ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ പിക്സൽ 7 Pro 84,000 വരുന്നുള്ളൂ. പിന്നെ ഒരു ഫോൺ OnePlus 11 61,000. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഷവമീൻ്റെ 13 Pro അടിപൊളി ഫോണാണ്. ക്യാമറയൊക്കെ അത്യാവശ്യം നല്ല ക്യാമറ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു ഫോണാണ്. 82,000 ആണ്. പിന്നെ ഓപ്പോ ഫൈൻഡ് X6 Pro 80,000 വരുന്നത്. പിന്നെ നമ്മുടെ അസ്യൂസിന്റെ റോഗ് ഫോൺ 7, ഇത് ഗെയിമിംഗ് ഫോണാണ് കേട്ടോ. നമുക്ക് ഗെയിം നിങ്ങൾ പ്രിഫർ ചെയ്യണമെങ്കിൽ ഏറ്റവും അടിപൊളി ഫോണാണ്. പെർഫോമൻസും കാര്യങ്ങളും ബാറ്ററി കപ്പാസിറ്റി എല്ലാം. ഗെയിമിംഗ് ഫോൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവില്ലേ, ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിരിക്കും. ഓക്കെ, അതിന് അറൗണ്ട് 70,000 വരുന്നത്. പിന്നെ നമ്മുടെ വിവോ X90 Pro 84,000. പിന്നെ റിയൽമി GT2 Pro 60,000. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഫോണുകൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾ വെറുതെ ഒരു ബ്രാൻഡിന്റെ ഒരു പോപ്പുലാരിറ്റി മാത്രം കണക്കിലെടുത്തിട്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, ഐഫോൺ വാങ്ങരുത്. അത്രയും പ്രൈസ് നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത്. കാരണം നമുക്കറിയാം, ഒരു സാധാരണക്കാരൻ്റെ എന്താ പറയുക, ഒരു മാസത്തെ ശമ്പളം എന്ന് പറയുന്നത് തന്നെ ഒരു 30,000 ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് ഐഫോൺ വാങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഒരു മാസം തന്നെ എത്ര ചിലവും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പം അതിലേക്ക് നിങ്ങൾ പോകണ്ട. നിങ്ങൾ ഇത്തരത്തിലുള്ള ഫോണും കാര്യങ്ങളൊക്കെ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കുക, ഫീച്ചറൊക്കെ ഒന്ന് നോക്കുക, അനലൈസ് ചെയ്ത് നോക്കുക. കാരണം ഇപ്പം നിങ്ങൾ ആപ്പിളിൻ്റെ ഒരു പോപ്പുലാരിറ്റി നോക്കി കഴിഞ്ഞപ്പോൾ എല്ലാവരുടെ അടുത്തും ആപ്പിൾ അവൈലബിൾ ആണ്. കാരണം സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ അത്രയധികം ഐഫോൺ പ്രോഡക്ട്സ് ഉണ്ടായതുകൊണ്ട് തന്നെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പം ആപ്പിൾ തന്നെ എടുക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം നിങ്ങൾ ആപ്പിൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫർദർ ആയിട്ടുള്ള നിങ്ങളുടെ കയ്യിലുള്ള അതർ പ്രോഡക്ട്സ് ഉണ്ടാവും, അതർ ഇലക്ട്രോണിക് പ്രോഡക്ട്സിലേക്കൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പ്രയാസമായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ആപ്പിൾ നിങ്ങൾ എടുക്കണമെന്ന് അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന എല്ലാ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ആപ്പിളിൻ്റെ തന്നെ ആക്കാൻ മാക്സിമം ശ്രമിക്കുക. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ 16 ഇറങ്ങിയ മുതൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. അത്രയൊരു വാല്യൂ നമ്മൾ ആപ്പിളിന് കൊടുക്കണമെന്നൊരു ചിന്ത ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഒരു അഭിപ്രായം കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമന്റ് ഡൗൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ ഇതിന് നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും. അപ്പം അതുവരേക്കും ഇറ്റ്സ് മീ നവനീത് സൈനിങ് ഓഫ്.